എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നേക്ക് ഒരു ബിസിനസ്സിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ സഹായിക്കുന്നു എന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മഹത്തായ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഞാൻ എൻ്റേതായ ബിസിനസ്സിൽ ഏകദേശം 300ഓളം പ്രോഡക്റ്റുകൾ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒന്നോ രണ്ടോ പ്രോഡക്റ്റുകളുടെയൊക്കെ സ്റ്റാറ്റസ് ഡെയിലി എൻ്റെ വാട്സപ്പിൽ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അവർ അത് മെസ്സേജായി റിപ്ലൈ ചെയ്ത് അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ബിസിനസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും ഡെയിലി നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മുടെ അച്ചീവ്മെൻറ്റിനെയൊക്കെ നമ്മൾ സ്റ്റാറ്റസായി സെറ്റ് ചെയ്യണം. ഏതൊരു ബിസിനസ്സിലും അങ്ങനെ ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ നോക്കുമ്പോൾ പുതിയതായ ഒരു സിനിമ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വരുന്നതൊക്കെ നമ്മൾ സ്റ്റാറ്റസായിട്ടിടും. എന്നാൽ സ്വന്തമായി ഏതെങ്കിലും ഇതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആരും തന്നെ അങ്ങനെ ഒരു പ്രവണത കാണിക്കുന്നില്ല. അവർക്കിതിൻ്റെ ബിസിനസ് ടെക്നോളജി മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയതായിട്ട് വരുന്ന ഒരു ഫിലിമോ അല്ലെങ്കിൽ ആ സോങ്ങോ അതിനകത്ത് പാട്ട് പാടിയ ആളോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകനോ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആ സിനിമാ താരമോ നടിയോ നടനോ ആരും തന്നെ നമ്മുടെ ആരുമേ അല്ല. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ നാട്ടിൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് എന്ത് ഫലമാണ് കിട്ടുന്നത്? നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ഷെയർ ഉണ്ടോ? ഒന്നുമേ ഇല്ല. പക്ഷേ അതേസമയം നമ്മൾ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് നടത്തുകയോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ആ ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നമുക്ക് ലാഭമേ ഉള്ളൂ. ഈ പറയുന്ന ഞാൻ തന്നെ ഇപ്പോൾ ഈ കമ്പനിയുടെ DTC റാങ്കിൽ നിന്ന് ZDC റാങ്കിലേക്ക് പോകാൻ വേണ്ടി ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഞാൻ ഈ കമ്പനിയിൽ വന്നത് തന്നെ എൻ്റെ അപ്ലൈനായിട്ടുള്ള RTC ലീഡർ വിനി സാർ നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ ഫോണിൽ കാണുന്ന ഹെർബൽ പേസ്റ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടാണ് ഞാൻ സാറിനോട് ഈ ഹെർബൽ പേസ്റ്റിനെ കുറിച്ച് ചോദിച്ചാണ് ഞാൻ ഈ കമ്പനി ജോയിൻ ചെയ്യുന്നത്. ഹെർബൽ പേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് കാലത്ത് ഏകദേശം ഒരു 2016 കാലഘട്ടത്തിൽ ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ പ്യൂണായിട്ടുള്ള ഒരു ലേഡിയാണ് എനിക്ക് ആദ്യമേ ഈ പേസ്റ്റ് തരുന്നത്. ഈ പേസ്റ്റ് പിന്നീട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ പേസ്റ്റ് പിന്നീട് കണ്ടപ്പോൾ എനിക്കൊരു ആകാംക്ഷ, അതെവിടെ കിട്ടും, എങ്ങനെ വീണ്ടും ഉപയോഗിക്കാനൊരു തോന്നലുണ്ടായത് കൊണ്ടാണ് ഞാൻ സാറിൻ്റെ സ്റ്റാറ്റസ് കണ്ട് സാറിനോട് വാട്സപ്പ് മെസ്സേജിലൂടെ ചോദിക്കുന്നു, സാർ ഈ പേസ്റ്റ് സാർ എന്താ പുതിയ ബിസിനസ് വല്ലതും തുടങ്ങി, ഈ പേസ്റ്റ് എവിടെ നിന്ന് കിട്ടും സാർ എന്ന് ചോദിച്ചപ്പോൾ സാർ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സാറ് പറഞ്ഞു. ഞാനത് വാങ്ങി ഉപയോഗിച്ചു. അപ്പോൾ ഒരു പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ച് ഒരു സ്റ്റാറ്റസിലൂടെ കണ്ടൊരു പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ച് കൊണ്ടുവന്ന ഞാൻ ഈ 2 വർഷക്കാലം കൊണ്ട് നിലവിൽ നമ്മുടെ ഈ കമ്പനിയുടെ ഏകദേശം 28 ലക്ഷത്തിന് മേളിൽ ഏകദേശം 30 ലക്ഷത്തോളം ആകുന്നു. ഇപ്പോൾ ഉടൻ തന്നെ ZDC 30 ലക്ഷത്തോളം സെയിൽസ് ടേൺ ഓവർ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ നിസ്സാരം ഒരു പേസ്റ്റിൻ്റെ ഒരു ആളുടെ സ്റ്റാറ്റസ് കണ്ട് ഒരു പേസ്റ്റ് വാങ്ങി തുടങ്ങി ഞാൻ 30 ലക്ഷം രൂപയുടെ സെയില് ഈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്ന കമ്പനിക്ക് കൊടുത്തു എങ്കിൽ എനിക്ക് അതിൽ നിന്ന് നേട്ടമുണ്ടായി. എനിക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഈ കമ്പനിയോട് കൂടുതൽ ലേൺ ചെയ്യാൻ പറ്റി. ഒത്തിരി പേരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. എന്നോടൊപ്പം കുറേ TC അങ്ങനെ കുറേ റാങ്കുകളുള്ളവരൊക്കെ നിലനിൽക്കുന്നു. അവരെ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാൻ, എൻ്റെ ടീമിലുള്ള മാത്രമല്ല, നമ്മുടെ ഈ ബിസിനസ് മാത്രമല്ല, ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളുടെ സ്വന്തം വാട്സപ്പിൽ സ്റ്റാറ്റസായി വാങ്ങി വെക്കുന്നതിൽ ഒരു ദിവസം നിങ്ങളുടെ ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അതിലൂടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ സെയിൽസ് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ഞാൻ ഇന്നേ ദിവസം ഇങ്ങനെ തന്നെ ഒരെണ്ണം ചെയ്യാനുള്ള കാരണം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അൺറൈജൽ എന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു 2-3 പിക്ചേഴ്സ് എൻ്റെ സ്റ്റാറ്റസിലിട്ടു. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് ഞാൻ ഫോൺ വിളിച്ച് പോലും ബന്ധമില്ലാതെ, എന്നാൽ ഫോൺ നമ്പർ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഫോണിൽ പോലും ബന്ധപ്പെടാതെ ഇരുന്ന ആ ഒരു മാഡം എനിക്ക് അൺറൈജലിന് വില എത്രയാണ്, ഇത് കണ്ണിനടിയിൽ തേച്ച് കഴിഞ്ഞാൽ മാറുമോ, എൻ്റെ കണ്ണിനടിയിൽ മുഴുവൻ കറുപ്പാണ്, അപ്പോൾ മാറുമെന്നും അതിൻ്റെ വില എത്രയാണെന്നും ഒക്കെ ചോദിച്ചു. ഞാൻ പിറ്റേ ദിവസം ഇതിപ്പോൾ നാളെ തന്നെ ആ പ്രോഡക്റ്റ് കൊടുക്കുന്നുമുണ്ട്. അപ്പം എനിക്ക് ആ വ്യക്തിയെ നേരിട്ട് തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 28-30 കിലോമീറ്റർ ദൂരവുമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്,
അപ്പോൾ ഞാൻ അല്ല എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അണ്ടർ ഏജിൽ എനിക്ക് അവിടെ വിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ തമ്മിൽ ഒരു സെയിൽസ് ആണ്. എനിക്ക് ആ സെയിൽസ് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് അവരെ എൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുത്തു. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ നാളെ നേരിൽ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അവസരമാണ്. അപ്പോൾ ഇത് ഏത് ബിസിനസ്സിലായാലും നമ്മുടെ സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് സ്റ്റാറ്റസ് മറ്റുള്ള കമ്പനികളുടെയും മറ്റുള്ള കാര്യങ്ങൾ പരസ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ബിസിനസ്സും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പായി 100% നിങ്ങൾക്ക് അതിലൂടെ എന്നെങ്കിലും ഇന്ന് വന്നില്ലെങ്കിൽ നാളെ അങ്ങനെ നമ്മൾ എന്നെങ്കിലും ഒരു ബിസിനസ് ഉണ്ടായിരിക്കും, ഉറപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ കുമളിയിൽ നിന്ന് രാജേഷാണ്. ഓക്കെ, താങ്ക് യു.